I am Parit Bavakan. I want to ask one question. The challenges of this interfaith dialogue, I see that power dynamics, cultural sensitivity and inclusive participation. ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ ചലഞ്ചായി ഞാൻ ഇപ്പം മനസ്സിലാക്കിയത്. എക്സ്പെർട്സിൻ്റെയൊക്കെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് പവർ ഡൈനാമിക്സ്, കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ. ഇതിനകത്തെല്ലാം ഉണ്ട്, എന്നാൽ പോലും ഒന്ന് ചുരുക്കി ഇത് കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, താങ്ക് യു. Okay. It's one thing that I also wanted to all the speakers here to take note of, in spite of the fact that we reached out to a lot of the young students. Unfortunately, we don't have a very good attendance from them. And we had hoped that these dialogues will really interest them and make them want to make a change in society. One of the things I think which John Samuel just said, about democratic secularism came in when religion was thrown out. I think that is what Professor Sharangathanan is also trying to say, that let us keep out religion in our dialogues with one another so that we are able to open up our minds and find a kind of common platform for cohabitation and peace and harmony. I think that can come in only if we are able to leave out these notions of, say, Islamophobia, which is in the minds of so many, and only if it is corrected in the minds, and students and the younger generation get to feel that is not a shame, but it is something that has been perpetuated by the political powers. So there is something other than that in each individual, and I think it's the recognition of the spirituality in you, the recognition of having faith in oneself and having an empathy with fellow beings. I think that is what we need to spread, and I agree with all of you who says we need to create a space. Certainly we will try to make a space like that in the Makam Maulavi Foundation. ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വക്കം മൗലവി ചെയ്ത ആ ഒരു ശക്തിയുടേത് കൊണ്ടായിരിക്കും ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയുന്നതെന്നാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു കോണ്ടസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുക തോന്നുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത്തരത്തിലുള്ളൊരു ചർച്ച പുറത്ത് നടക്കുന്നില്ല. ഈവൻ യൂണിവേഴ്സിറ്റികളിൽ പോലും കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേരള യൂണിവേഴ്സിറ്റി VC അനുവദിച്ച കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ഹൈലി കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഓൺസ്ലോട്ട് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരിടത്ത് ഒരു തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ഡെലിബറേഷൻ നടക്കുന്നില്ല, അക്കാഡമിക് ഡെലിബറേഷൻ നടക്കുന്നില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാ അവസാനത്തെ ഞായറാഴ്ചകളിലും ഞാൻ കൺവീനറായി വിളിച്ചു കൂട്ടുന്ന ഒരു ഇൻഫോർമൽ സമിതിയുണ്ട്. നാളെ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇത് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യം ഈ നരേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും അഡ്വാൻസ്മെൻറ്റ് അതിവേഗം സംഭവിച്ചിരിക്കുന്ന അടുത്ത കാലത്താണ്. അപ്പോൾ ഭരണകൂടത്തിനും ഭരിക്കുന്നവർക്കും ഈ നരേറ്റീവ് സമർത്ഥമായി മാനുഫാക്ചർ ചെയ്ത് ഉപയോഗിക്കുന്നുള്ള സാധ്യത പണ്ടത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഓൺസോട്ടിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ അഭ്യൂഹങ്ങളിലേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ പവർഫുള്ളായിട്ടുള്ള കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കുവാൻ ഇൻഫോർമലായി കഴിയുമോ, പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളെ അനുവദിക്കുമോ എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് ക്രൈസിസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് സംഗതി അത്ര ഗുരുതരമല്ല. ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആർക്കൊക്കെ ഈ തരത്തിലുള്ള, പിന്നെ ഞാൻ നേരത്തെ രാവിലെ സൂചിപ്പിച്ചൊരു ചോദ്യം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു 12+2 14 വർഷം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ സമയം സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി ലഭിക്കുകയാണ്. ഈ ലഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സകല വാല്യൂസും സകല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ലിബറൽ ഡെമോക്രസിക്ക് പാകമാക്കിയ മനസ്സിനെ രൂപപ്പെടുത്താനുള്ള അവസരം അവിടെയാണുള്ളത്. അത് പരിപൂർണമായി കൊച്ചു തൊഴിൽ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ടുണ്ടാകുന്ന ഗ്രോണപ്പ് ഇൻഡിവിജ്വൽസിനെ സാധിക്കാതിരിക്കാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. എത്ര സങ്കീർണമാണ് ഡോക്ടർ മായ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയുടെ എക്സ്ട്രീമിറ്റി സ്റ്റുഡിയോ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഈ മീറ്റിങ്ങിൽ കുറച്ച് വൈകിട്ടാണ് ഞാൻ എത്തിയത്. എങ്കിലും എൻ്റെ ഒരു സംശയം, ഇവിടെ എങ്ങും ഭരണഘടനയെക്കുറിച്ച് ആരും പ്രതിപാദിക്കുന്നത് കേട്ടില്ല.
ഓക്കെ. അല്ല, ഒരു വിശാലമായിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം തയ്യാറാക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ബോധപൂർവമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഭരണഘടനാ വ്യവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനയ്ക്ക് പരിമിതപ്പെടുത്താൻ കഴിയും എന്നൊരു പോയിൻ്റ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. കമ്മിറ്റി മിക്കവാറും അത് തട്ടുമെന്നൊരു സംശയമുണ്ട്. ഇത്രയും വലിയൊരു ടേം എങ്ങനെ കുട്ടിക്ക് മനസ്സിലാകും എന്നുള്ളത്. അപ്പം ഭരണഘടന എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് ഇതിനൊരു നല്ല സൊല്യൂഷനല്ലേ. ജനകീയമാക്കുക എന്നുള്ളത്, മനസ്സിലാക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ ദുർഗ്രാഹ്യമായ ഒരു പുസ്തകം എന്നതിനപ്പുറം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയില്ലേ. ഇപ്പോൾ തൊട്ട് പാഠപുസ്തകങ്ങളിൽ ആമുഖമുണ്ട്. LP കുട്ടികൾക്ക് പോലും ആമുഖം കാണാതറിയാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും സയൻറ്റിഫിക് ടെമ്പറും നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും സയൻറ്റിഫിക് ടെമ്പറിനും. ഞാനിത് പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടികളെ പഠിപ്പിക്കുകയും അതേസമയം അവരുടെ പ്രവൃത്തികൾ തീരെ ശാസ്ത്രീയത ഇല്ലാത്ത ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ഏത് ISROയുടെ പോലും റോക്കറ്റ് ലോഞ്ചിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പറും കോൺസ്റ്റിറ്റ്യൂഷനും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? അതൊരു സൊല്യൂഷനാണോ? വാസുദേവൻ, നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഒന്നും കിട്ടുന്നില്ല. അതാണ് അധ്യാപകർക്കില്ലെന്നിപ്പോൾ അധ്യാപിക തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സാറ് നേരത്തെ സംസാരിച്ചപ്പോൾ ജ്യോതിഷത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് അധ്യാപകരുണ്ട്, അവർക്കൊന്നും ചലഞ്ച് ചെയ്യാൻ തയ്യാറില്ല അവർ. ഇപ്പോൾ ജ്യോതിഷം അവർ ക്രൂഡായിട്ടുള്ള അവരുടെ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ തോറ്റ ആൾക്കാരെ, നമ്മുടെ ആറ്റുകാൽ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേരെ അറിയാം. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇതിനെ നമ്മുടെ മാത്തമാറ്റിക്സ് അധ്യാപകർക്ക് എന്തുകൊണ്ട് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല? അത് വലിയൊരു വിചിത്രമായ കാര്യമാണ്. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന MSc കെമിസ്ട്രി പാസ്സായ ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട് ഇവിടെ. അപ്പോൾ ഡയോക്സിനൊക്കെ വരുമെന്നൊന്നും ഈ കുട്ടികൾക്കറിയാമെങ്കിലും ഈ അധ്യാപനം അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സായിട്ടുള്ളവർ, അവരാണ് ഒരു മാതൃക കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ പ്രബലമായ സമുദായത്തെ എടുത്ത് നോക്കുക. നമ്മുടെ എയ്ഡഡ് കോളേജുകളിലും എയ്ഡഡ് സ്കൂളിലും സംവരണം കൊടുക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. മാനേജർ നിയമിക്കുന്നു, സർക്കാർ ശമ്പളം കൊടുക്കുന്നു, പക്ഷേ സംവരണം കൊടുക്കുന്നില്ല. അതുപോലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് 3% ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം 4% ഒന്നും ഇന്നു വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു, അതുപോലെ ജാതി ചോദിക്കുന്നു. തിലകനോട്, മഹാനടൻ തിലകനോട് കൊല്ലം SM കോളേജിൽ ജാതി ചോദിച്ച ഒരു സമുദായമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാതി ചോദിച്ച് വോട്ട് പിടിച്ചു, പൈസ കൊടുത്ത് അവിടെ വോട്ട് പിടിച്ചു തുഷാർ. അബ്കാരികളെ കൊണ്ടുപോയി, അബ്കാരി സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോയി ജാതി പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അട്രോസിറ്റീസ്, ഇതൊക്കെയല്ലേ അട്രോസിറ്റീസ്? ഇതെല്ലാമാണ് കമ്മ്യൂണൽ വയലൻസാണ്. എത്രമാത്രം രൂക്ഷമായ വയലൻസാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഉള്ള ഒരു സൊല്യൂഷനോട് ഞാൻ യോജിക്കുന്നു. ജോൺ സാമുവൽ സാറ് പറഞ്ഞതും ഒക്കെ വളരെ വളരെ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അതുപോലെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നമ്മുടെ ഇവിടെ ഒരുപാട് പ്രസ്താവനയുണ്ട്. അവരുടെ കളിയാക്കിക്കൊണ്ട് ഇന്നത്തെ ആളുകൾ നായ്ക്കുരവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, അവർ സാംസ്കാരിക നായകരൊക്കെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ട് പ്രതികരിക്കാൻ അഴീക്കോട് മാഷ് പോയതിനു ശേഷം സാംസ്കാരിക നായന്മാരില്ല. അങ്ങനെയുള്ള അത് പ്രശ്നങ്ങളാണ് നമ്മുടെ അതിരൂക്ഷമായ സങ്കീർണമായ കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ ചർച്ച നടന്നതിനോട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. I think we'll allow the speakers to respond briefly. Not all of you perhaps, maybe all of you could respond. രണ്ട് കാര്യം. ഒന്ന്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, സത്യം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ വളരെ വിദഗ്ധമായി എല്ലാ ദിവസവും അണ്ടർമൈൻ ചെയ്തുകൊണ്ടിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇലക്ഷൻ കമ്മീഷൻ തൊട്ട് ടു സം എക്സ്റ്റെൻറ്റ് ജുഡീഷ്യറി തൊട്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരം കൈയിടുന്നു, ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാകുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എഡ്യൂക്കേഷൻ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ ഉടനീളം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ക്യാമ്പയിൻ വി ദ പീപ്പിൾ.
കോളേജുകളിൽ, സ്കൂളുകളിൽ വലിയൊരു ക്യാമ്പയിൻ നടത്താൻ ഉള്ള ജനനീതി എന്ന് പറഞ്ഞിട്ട്. കാരണം അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ സിറ്റിസൺ, സിവിക് റൈറ്റ്സ് ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റീസ്, അതിൻ്റെ അകത്ത് സയൻറ്റിഫിക് ടെമ്പറും വരും. ഇത് ആവശ്യമാണ്. മൂന്നാമത്തത്, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഞാൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഇന്ന് ഇസ്ലാം മത വിശ്വാസത്തിനും ക്രിസ്തീയ വിശ്വാസങ്ങൾ, ഹൈന്ദവ വിശ്വാസങ്ങൾ ഇതെല്ലാം ഉണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യം. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഒരു പുതിയ റിഫോം മൂവ്മെൻറ്റ് വരണം. ഞാനത് നിരന്തരം സംസാരിക്കുന്ന ഈ ക്രിസ്തീയ സമൂഹത്തിലുള്ള ജാതി വിവേചനങ്ങൾ, അതുപോലുള്ള ഈ സമൂഹത്തിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, അതായത് ഈ സക്സസ്, മെറ്റീരിയലിസ്റ്റിക്. രണ്ടാമത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരിയർ എന്ന് പറയുന്ന ഒരു ഭൂതം 6ാം ക്ലാസ് തൊട്ട് പിള്ളേരെ പിടിച്ചിരിക്കുക. ഇപ്പോൾ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വന്നാൽ ആരും വരത്തില്ല. നാളെ ഒരു കരിയർ കൗൺസിലിങ്, ഇൻ്റർനാഷണൽ എവിടെയൊക്കെ പഠിക്കാം, എത്ര രൂപ ശമ്പളം കിട്ടും, ഇടിച്ചു കയറി ആൾ വരും. മൂന്നാമത്, ഞാനിപ്പോൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചിട്ട് വരിക, ഞാൻ നാളെ എഴുതാനിരിക്കുക. ഇവിടെ ഈ കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഒരു കലാപരിപാടിയുണ്ട്. എന്തറിയോ, ഈ A+ കിട്ടിയവർക്കെല്ലാം ഒരു മൊമെൻറ്റോ കൊടുക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചു, സാറേ 400 പേർക്ക് മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട്, 1.5 ലക്ഷം രൂപയാകും, സാറ് എന്തെങ്കിലും സഹകരണം. പിന്നെ വല്ലവരും വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മൊമെൻറ്റോ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവനെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ കോപ്പി കൂടെ ഇത് വായിച്ചു പഠിക്കട്ടെ, അല്ലേ ഒരു പുസ്തകം കൂടെ. ഇത് ഈ മൊമെൻറ്റോ കച്ചവടം ഞാനിപ്പോൾ എത്ര ഇടത്ത് പോയെന്നറിയോ? ഈ പിള്ളേരുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പം ഈ A+കാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഞങ്ങളുടെ അടൂര് മാത്രം 400 A+കാർക്ക് 400 രൂപ വെച്ച് ഓരോ മൊമെൻറ്റോ, ഈ 400 രൂപ വെച്ച് 2 പുസ്തകം കൊടുക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ വിമർശന വിവേചനമാക്കണം. എത്ര സൂപ്പർഫ്ലുവസ് ആൻഡ് സൂപ്പർഫിഷ്യലാണ് നമ്മുടെ ആളുകൾ ഈ PR വർക്ക് ചെയ്യുന്നത്. ഇതിനെ വിമർശിതമാകണം. ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ, നമ്മൾ ഈ എന്താ പറഞ്ഞത്, ഐലൻഡ്സ് ഓഫ് സാനിറ്റി. ഇപ്പോൾ ബോധിരാമൻ നമ്മളതാ ചെയ്യുന്നത്. ഐലൻഡ്സ് ഓഫ് സാനിറ്റി, ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റുകൾ ഇവിടെ നടക്കണം. ഇങ്ങനെയുള്ള സ്പേസസ് നമ്മൾ കണക്ട് ചെയ്യണം ഈ ഡോട്ടുകളെ. അതായത് ഇപ്പം നമ്മളിപ്പോൾ വക്കം മൗലവി ഫൗണ്ടേഷനിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വേറെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെല്ലാവരും കൂടെ വർഷത്തിലൊരിക്കലൊന്ന് കൂടണം, 6 മാസത്തിലൊന്ന് കൂടണം. ദാറ്റ്സ് ദ റേ ഓഫ് ഹോപ്പ്. അതാണ് ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ. അപ്പം ദർ ഈസ് അറ്റ് ദ എൻഡ് ഓഫ് എവരി ഡാർക്ക്നെസ് ദർ ഈസ് എ മോർണിംഗ്. മനസ്സിലായില്ലേ? ഇത് ഈ ഡാർക്ക്നെസ് എപ്പോഴും നിൽക്കില്ല. പക്ഷെ അതിന് ചെറിയ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചേ ഒക്കുള്ളൂ. മെഴുകുതിരി ചിലപ്പോൾ കെട്ടുപോകും, പക്ഷെ ആ ചെറിയ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചേ ഒക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഒൺലി വേ ടു കൗണ്ടർ ദിസ് നരേറ്റീവ് ആൻഡ് സ്പീക്ക് ട്രൂ ടു ദ പവർ ഇറസ്പെക്റ്റീവ് ഓഫ് വിത്തൗട്ട് ഫിയർ ആൻഡ് ഫേവർ. ഫിയറും ഫേവറും ഇല്ലെങ്കിൽ നമുക്ക് സത്യം വിളിച്ചു പറയാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഒരു മിനിറ്റിലൊരു കാര്യം പറയാം. ഞാൻ ഇതെൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ്. ഈ മനസ്സ് രോഗാതുരമാകുമ്പോൾ മരുന്നുകൾ പലവിധമാകാം. അത് കഷായമാകാം, പുറമേ പുരട്ടുന്നതാകാം, മറ്റു തരത്തിലുള്ളതൊക്കെ ആകാം. അപ്പം ഞാനതിൽ കാണുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ ഗാന്ധിജിയെ നമ്മൾ ഗാന്ധിജി ദർശനങ്ങളെയൊക്കെ കൈയൊഴിയുന്ന ഒരു ആധുനിക സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഗാന്ധിയുടെ രൂപത്തിലേക്ക് വെടിവെക്കുമ്പോൾ നമുക്കതൊക്കെ നിർവികാരമായി നോക്കി നിൽക്കാനൊക്കെ കഴിയുന്നത്. മറ്റൊരു സംഗതി ഈ ഗുരുവാണ്. യഥാർത്ഥത്തിൽ ഈ ഗുരു കേരളത്തിൻ്റെ മഹാസൗഭാഗ്യമാണ് എന്ന് നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് മലയാളികൾ. പക്ഷെ ഗുരുവിനെ എത്ര പേര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്? ആത്മോപദേശക ശതകമെങ്കിലും ഒരു തവണയെങ്കിലും നമുക്ക് ആർക്കെങ്കിലും വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഒരു മരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിന്നെ ഞാൻ ലോക സാഹിത്യത്തിൽ, ഞാൻ അധികം ലോക സാഹിത്യമൊന്നും വായിച്ചിട്ടില്ല, ഹരിഹരൻ സാറൊക്കെ ഇരിപ്പുണ്ട്. സാറേ, ഈ വൈരൂപ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന തങ്കം പോലൊരു കഥ ലോക സാഹിത്യത്തിൽ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു മനുഷ്യൻ എത്രത്തോളം വിരൂപനാകാമോ
ആ വൈരൂപ്യത്തെ ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കഥയാണ് തങ്കം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അറകൾ വായിക്കാത്തവർ ഒരു ഇന്ന് വൈകിട്ട് ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്ക് കയ്യിലുള്ളവർ. ഈ ഇസ്ലാമോഫോബിയയ്ക്ക് ഇതിൽ പരം ഒരു മരുന്ന് നമുക്കില്ല. അതൊരു സാഹിത്യമൊന്നുമല്ല. അതിങ്ങനെ നമ്മളുമായി ഒരു തവണ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോകമല്ല. രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു കിട്ടൻ ചോവനെ കുറിച്ച് പറയുന്നുണ്ട്. കിട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ഒരു 2 ഏക്കർ ഭൂമി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഉമ്മയുടെ ഭൂമി തൊട്ടടുത്തുണ്ട്. അവിടെ ഒരു പഴയ കാഞ്ഞിരമരം ഉണ്ടായിരുന്നു. ആ കാഞ്ഞിരമരത്തിൻ്റെ ചോട്ടിലേക്ക് കിട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളാണ്. 70 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. കിട്ടൻ അവിടെ എന്നും പോയി വിളക്ക് കത്തിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ മരം വാങ്ങാനൊരാൾ വന്നു. അപ്പം ബഷീറിൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞു, കാഞ്ഞിരമരം ഞങ്ങൾ കൊടുക്കുന്നില്ല. എന്താ കാര്യം? അത് വല്ലപ്പോഴും ആണെങ്കിലും ആ കിട്ടൻ അവിടെ പോയി വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ കിട്ടൻ മരിച്ചു. ഞാൻ വളരെ ചുരുക്കി പറയാണ്, കിട്ടൻ മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ ഇതുപോലെ കിട്ടൻ്റെ ഭാര്യ വന്ന് ബഷീറിൻ്റെ ഉമ്മയുടെ അടുത്ത് പറയാണ്, നിങ്ങൾ എന്താ കാഞ്ഞിരമരം കൊടുക്കാത്തത്? അത് കിട്ടൻ അവിടെ വിളക്ക് കത്തിക്കുമായിരുന്നല്ലോ. കിട്ടൻ മരിച്ചു. കിട്ടൻ്റെ ഭൗതിക ശരീരം മറമാടിയിരിക്കുന്നത് ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയാണ്. കിട്ടൻ്റെ നാട്ടിൽ കൊണ്ടുപോയാണല്ലോ. നിങ്ങൾക്ക് അത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും ആ മരം നിങ്ങൾക്ക് മുറിച്ച് കൊടുക്കാം. അതാണ് കിട്ടൻ അവസാനം എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചൊരു കാര്യം. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മയുടെ അറകളുടെ ഒരു ഘട്ടത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ 100 അനുഭവങ്ങളും കഥകളും നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്ന 100 സംഗതികളാണ്. ഒരു വേദപുസ്തകത്തെക്കാൾ മഹത്തരമായി തോന്നിയ ഒരു സംഗതിയാണ് ബഷീർ സാഹിത്യം എന്ന് പറയുന്നത്. അതിലൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിനുള്ള മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഏതർത്ഥത്തിൽ സമൂഹത്തിലേക്ക് അതിൻ്റെ പല രൂപങ്ങൾ എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമുക്ക് കൂട്ടായ്മയിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ഒന്ന് കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഉപദ്രവം അനുസരിച്ച് തിലകൻ്റെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. SN കോളേജിൽ ചോദിച്ചെന്ന്. അതിൻ്റെ നിജസ്ഥിതി എല്ലാവരും അറിയണം. കാരണം എനിക്ക് തിലകനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. തിലകൻ എന്നെ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ ഏറ്റെടുത്തതിന് എന്നെ ചീത്ത വിളിച്ചതും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെടുത്ത് ചോദിക്കാനുള്ള അവസരം പറ്റിയിട്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു അപേക്ഷാ ഫോറം കൊടുത്തു ഇൻ്റർമീഡിയറ്റിന് ചേരാനായിട്ട്. ഫില്ലപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. അയാൾ ജാതി എഴുതത്തില്ല. അവിടെ ഇരിക്കുന്ന ക്ലാർക്കിന് ഇദ്ദേഹത്തിന് എടുക്കണം. വിളിച്ചു പറഞ്ഞ് ഇത് എഴുതാൻ പറഞ്ഞു. ഇത് എഴുതിയാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കോട്ടായിൽ തരുന്നതിന് എളുപ്പമാവും. അന്നേരം അയാൾ എഴുതത്തില്ല. പിന്നെ അതില്ലാതെ തന്നെ കൊടുത്തു. അന്ന് മാനേജ്മെൻറ്റിന് ഇഷ്ടമുള്ളവരെ എടുക്കാം. അതവിടെ വേറെ ഉണ്ടായില്ല. ഞാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു തവണ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒരു സ്ഥാപനത്തിന് ഗവൺമെൻറ് നിയമിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്ത്. തിലകൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വീടുമായിട്ട് അടുപ്പുള്ള ആളാണ്, നിങ്ങൾക്ക് നാണമില്ല ഇതെടുക്കാൻ വേണ്ടി? ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ പോയി ഇതെടുത്ത്. ഞാനൊന്നും മിണ്ടിയില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പം അയാൾ ഒരു പ്രസ്ഥാനം ഇറക്കി. ഞാൻ ഈഴവനായതുകൊണ്ട് എന്നെ ഈ പോസ്റ്റ് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിന് പകരം പടത്തിൻ്റെ ഒന്നും ഞാൻ പേര് പറഞ്ഞില്ല. പടത്തിൽ ഇന്നയാളിനെ കാസ്റ്റ് ചെയ്ത് എന്നെ എടുത്തില്ല. എനിക്കെന്തായാലും ഭാഗ്യം കിട്ടി. തിലകൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്നോട് 2 ആഴ്ച മുമ്പ് എന്താണ് പറഞ്ഞത്? അത് അന്നേരത്തെ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞെന്നല്ലേ അവിടെ ഇരിക്കുന്നവർ കേൾക്കാൻ വേണ്ടി. അതൊക്കെ ഈ ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഞാൻ പറയില്ലായിരുന്നു. ഇതൊരു തെറ്റിദ്ധാരണ. ഇത് കേൾക്കുന്നവരൊക്കെ എല്ലാം വരും. സംഭവം എന്താണെന്നാണ്, അയാൾ എല്ലാവരും എഴുതണമെന്ന് പറയുന്ന ആളാണ്. അവിടെ അന്നത്തെ അപേക്ഷാ ഭാരത്ത് എഴുതത്തില്ലെന്നുള്ളേ ഉള്ളൂ. വേറെ ഒന്നും ഉണ്ടായി. ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. എവ്രി പേഴ്സൺ, ഞാൻ ജസ്റ്റ് റിമൈൻഡ് മൈ ഓൾ ഡോക്ടർ BR അംബേദ്കർ, എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് ആൻഡ് ഫ്രട്ടേണിറ്റി. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ. അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉണ്ട്. Okay, so I would like to now bring this to a conclusion. Since I think, Dr. Jamila, we should now close, right? I can't. Yeah, thank you, Sajida, for chairing this session, in spite of the fact that it was very early morning there. And thank you all the panelists for that wonderful presentation and deliberation. I'm sure it has set all of us thinking about what are the solutions, what are the possibilities in our way ahead. Thank you all. Yeah. I just wanted to say one thing, because many people have been suggesting that EMFT should do things. I believe we are trying within our resources, within our capacities to do it.
one of the real practical issues we face is, of course, getting young people and how to reach them. I don't think they want to come to groups like this and listen to. So we have to find ways of reaching them. Secondly, I just want to say one thing about education. Maya said we should be doing analysis of how educational opportunities are. We are doing it in BMFT. The only thing is nobody wants to talk about it, because the reality is we have a book, and I hope you can, some of you can get a copy. I'll ask Lakshmi to give you all copies. You can see how Kerala education system is totally segmented and separate. That's the title of our book, Separate and Unequal. But however, when I try to get somebody to write about it in the media, they don't want to, because that's the reality of Kerala. So how do we get these narratives out? And, if there are people connected with the media or use social media, we should talk about it, because that is how Kerala is being fragmented, actually, partly through the education system. And that starts from primary, it goes up to higher education. And those are the people then who run the society. So this is a very, very important issue that we should deal with. So thank you all.